സിനിമാ രംഗത്ത് ചതിയുടെ കഥകളാണ് പലർക്കും പറയാനുള്ളത്. അത് പല രീതിയിൽ, പലരെക്കുറിച്ച്. എന്നാൽ ഇപ്പോൾ ഇവിടെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ആ സിനിമയുടെ OTT റിലീസ് നാളെയാണ്. ഈ സിനിമ ചതിയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോരാത്ത മഴയത്തും സിനിമാ തിയേറ്ററുകളിൽ കുടുംബ മെമ്പർമാർ അല്ലെങ്കിൽ കുടുംബസമേതം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. തുടരും എന്നുള്ള സിനിമ മറ്റൊരു സിനിമയ്ക്കും ഈ ബഹുമതി അവകാശപ്പെടാനുള്ളതല്ല. ഇപ്പം 25-30 ദിവസമായി ഈ സിനിമ റിലീസ് ചെയ്തിട്ട് എത്രയോ കോടികൾ, 300 കോടി രൂപ ഏകദേശം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. വ്യക്തമായ കണക്കുകൾ മുഴുവൻ വന്നിട്ടില്ല. കാരണം പല ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്, വിതരണമുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നിപ്പോൾ റീമേക്കിൻ്റെ റേറ്റ്സ് എന്താണെന്നറിയില്ല, വിദേശത്തുണ്ട്. അങ്ങനെ കണക്കുകളെല്ലാം ഒടുവിലേ വരുള്ളൂ. ആ ഒടുവിൽ വാരിക്കൂട്ടി കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു 400 കോടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ കാണാനുള്ളതാണോ? അതാണ് പക്ഷേ പറയുന്നത്. ഇതിപ്പോൾ ചാനൽ വന്നാലും ടി വിയിൽ ഇരുന്ന് കാണുന്ന സുഖം കാണും. നമ്മൾ ഗതികെട്ടാൽ പുല്ലും തിന്നുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയൊക്കെ ടി വിയിൽ കാണും. പക്ഷെ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാവുന്ന സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബസമേതം, അതായത് മുത്തശ്ശിമാർ പോലും ഈ സിനിമ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് എന്താ? ഈ സിനിമ ഇപ്പോൾ നാളെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. OTT റിലീസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ തിയേറ്ററിൽ കളിക്കുന്ന സിനിമ തിയേറ്ററിൽ നിന്ന് ഔട്ടായിട്ടില്ല, ഇപ്പോഴും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതിൻ്റെ ഔചിത്യം എന്താണ് എന്ന് നിങ്ങളും ഞങ്ങളൊക്കെ ചോദിക്കും. അതൊരു വശത്ത്. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? മുൻപ് ഇവിടെ ഈ തുടരും എന്നുള്ള സിനിമ OTTയുടെ കച്ചവടമാകാത്തതിൻ്റെ പേരിൽ, അതിൻ്റെ വില കിട്ടാത്തതിൻ്റെ പേരിൽ സിനിമയുടെ റിലീസ് തന്നെ മാറ്റിവെച്ചു. റിലീസ് തന്നെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ എമ്പുരാൻ വന്നത്. പിന്നെ എമ്പുരാന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ ഈ തുടരും റിലീസ് ചെയ്യാനുള്ള ആലോചനയും വന്നു. പക്ഷേ എമ്പുരാൻ റിലീസ് ചെയ്തു. അപ്പം അന്ന് നിർമ്മാതാവ് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ തുടരുവിൻ്റെ അന്ന് കച്ചവടം ഉറപ്പിച്ചപ്പോൾ അവരാരും വിചാരിച്ചിട്ടില്ല, അവർ മാത്രമല്ല നമ്മളാരും വിചാരിച്ചിട്ടില്ല ഈ തുടരും ഇത്രമാത്രം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമെന്നുള്ളത്. ഇത് വെറും സൂപ്പർ ഹിറ്റ് വാക്കുകളല്ല. പല സിനിമകളും ഇവിടെ സൂപ്പർ ഹിറ്റ് എന്ന് പോസ്റ്റർ അടിച്ച് കാണിക്കാറുണ്ട്. ഒരു സൂപ്പർ ഹിറ്റ് പോയിട്ട് തിയേറ്ററിൽ 50 പേര് പോലും അങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. ഇതങ്ങനെയല്ല. ഇത് ശരിക്കും ഒറിജിനൽ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റാണെന്ന് അറിയിക്കണം. അപ്പോൾ ആ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കാണാൻ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് കാണാൻ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാളെ OTT റിലീസ് ചെയ്യുമ്പോൾ സമ്പത്തൊരു പ്രധാന ഘടകമാണല്ലോ. ഒരു കുടുംബം ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ എത്ര രൂപ വരുമെന്ന് നമുക്കറിയാം. OTT വരുമ്പോൾ വളരെ ഈസി ആയിട്ട് അത്രയും ചിലവുണ്ടാവില്ല. അപ്പോൾ എന്താ വിചാരിക്കപ്പോൾ ഇനിയിപ്പോൾ സിനിമ തുടരും കാണുമെന്ന് പറഞ്ഞാൽ എന്തിനിപ്പോൾ തിയേറ്ററിൽ പോകേണ്ട ആവശ്യം? നമ്മൾ OTTയിൽ വന്നില്ലേ എന്ന് പറയും. അപ്പോൾ OTTയിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം ശരി തന്നെയാണ്. നമുക്ക് പഴയ സുഖം കിട്ടുമോ എന്നുള്ളതാണത്. ഇവിടെ നമുക്ക് കൈയടിക്കാം, വീട്ടിൽ നിന്ന് മാത്രമേ കൈയടിക്കാം. മറ്റേ നമ്മൾ ശരിക്കും സിനിമ ആസ്വദിക്കുന്നപ്പോഴാണ്. സിനിമ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ, ആ ഇഷ്ടപ്പെട്ട ചില സീനുകൾ വരുമ്പോൾ നമുക്ക് കൈയടിക്കണം തോന്നും. അപ്പം നമുക്ക് കൈയടിക്കണം തോന്നിയാലും ചില ആൾക്കാർക്ക് കൈയടിക്കാനൊരു മനപ്രയാസം ഉണ്ടായിരിക്കും. സിനിമ കണ്ടിട്ട് കൈയടിക്കുക, അത് എൻ്റെ നിലവാരത്തിന് യോജിച്ചതല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അതേ സമയത്ത് മറ്റു പലരും കൈയടിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവർ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഈ സിനിമയുടെ ഒരു പ്രത്യേക ഘട്ടങ്ങളിലെല്ലാം കയ്യടി വാങ്ങിക്കൊണ്ട്, വെറുതെ കയ്യടിക്കല്ല. ഇപ്പം കുറേ കാലമായിട്ട് മോഹൻലാലിനെ ഇങ്ങനെ കാണാൻ പറ്റിയതിലുള്ള സന്തോഷം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ആ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ തന്നെ അറിയാതെ പെട്ടെന്ന് കയ്യടിച്ച് പോകുന്ന സാധനം ഒരു രംഗമാണ് മോഹൻലാൽ മതിൽ ചാടും. വെറും മതിൽ ചാട്ടമല്ല, മോഹൻലാൽ ഒരു കൈ കുത്തിയെന്നുകൊണ്ടുള്ള ചാടുന്ന ജമ്പിങ് ഉണ്ട്. അത് മോഹൻലാലിൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമാണത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അറിയാതെ ഏത് ആളും കൈയടിക്കില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാർ പോലും അറിയാതെ കൈയടിച്ച് പോകുന്ന അതുമാതിരി നിരവധി രംഗങ്ങളുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്.
പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് പുതിയ നടന്മാരെയും നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സുഖകരമായ ഒരു അന്തരീക്ഷത്തിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അത് തിയേറ്ററുകാരെ ബാധിക്കും. ശരിക്കും തിയേറ്ററുകാരെ ബാധിക്കുമ്പോൾ അവർ പല തിയേറ്ററുകാരും എനിക്കറിയാം, ഞാൻ എനിക്ക് പരിചയമുള്ള പല തിയേറ്ററുകാരെയും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എമ്പുരാൻ വന്നപ്പോൾ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീടി, തുടരും വന്നപ്പോൾ നമുക്ക് ലാഭം കിട്ടി. ആ ലാഭം കിട്ടിയതിൻ്റെ പേരിൽ തിയേറ്റർ പല പരിഷ്കാരങ്ങളും വരുത്തിയ തിയേറ്ററുകാർ എനിക്കറിയാം. കാരണം നമ്മൾ മെച്ചപ്പെട്ട ഒരു തിയേറ്ററായി വരണം. സൗണ്ട് സിസ്റ്റം മാറ്റിയ ആൾക്കാരുണ്ട്, തിയേറ്ററിലെ കംപ്ലീറ്റ് സീറ്റുകൾ പുതിയതാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞെത്രയാ, വർഷത്തിൽ 4 സിനിമ ഞങ്ങൾക്ക് ഇതുമാതിരി കിട്ടിയാൽ മതി, മറ്റതൊക്കെ ഞങ്ങളിവിടെ ഈച്ചയാട്ടുന്ന പോലെയാണ് ഈ തിയേറ്ററും തുറന്നു വെച്ച് ഇരുന്നിരുന്നത്. അത് മാറി, സിനിമയുടെ ഒരു വസന്തകാലം വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അവർക്കിടയിലേക്ക് ഈ പെട്ടെന്ന് നാളെ മുതൽ OTTയിലേക്ക് ഈ സിനിമ പോകുന്നു എന്നറിയുമ്പോൾ അവർക്ക് വിഷമമുണ്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞത്, ഞങ്ങളുടെ കളക്ഷൻ കുറയും ഉറപ്പാണത്. കാരണം ആ ഒരു വീട്ടിൽ നിന്ന് ഒരു 4 പേര് വരുന്നുണ്ടെങ്കിൽ ഈ 4 പേർക്കും വീട്ടിൽ ഇരുന്നാൽ മതി, ഇത് കാണാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എത്രയോ സംഭവങ്ങൾ കുറഞ്ഞു വരില്ലേ? അത് സിനിമയെ ബാധിക്കും. പിന്നെ സിനിമയുടെ നിർമ്മാതാക്കളെ സംബന്ധിച്ച്, മറ്റുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ അത് OTTയിൽ വന്നുകൊണ്ട് വലിയ നഷ്ടം അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ വിചാരിച്ച അധികം ലാഭം ഈ സിനിമയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ലാഭം കിട്ടിയാൽ അത് ടാക്സും മറ്റും ഇനത്തിൽ കൊടുക്കേണ്ടവരില്ലേ? അപ്പോൾ ഇപ്പോഴെങ്ങനെ? അപ്പോൾ OTTയിൽ കണ്ടിട്ട് അഭിപ്രായം വരട്ടെ. ഞങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞു, OTT നിങ്ങൾ കാണണം. OTTയിൽ കണ്ടിട്ട് നിങ്ങൾ ഈ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. അപ്പോഴാണ് ഈ സിനിമ എവിടെയാണ് നമുക്ക് കാണേണ്ടിയിരുന്നത് എന്നൊരു തോന്നലുണ്ടാവും, ചർച്ചയും ഉണ്ടാവും. അത് ഈ സിനിമ മാത്രമല്ല, മറ്റേത് സിനിമ എടുത്താലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെറിയ പെട്ടിക്കുള്ളിരുന്നു കൊണ്ട് നമുക്കത് ഈ സിനിമ കാണുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ആസ്വാദന നിലവാരത്തിലൊരു മാറ്റം വരുത്തും, ഇല്ലേ? അങ്ങനെ നമ്മളിത് വൈഡ് സ്ക്രീനിലേക്ക് ഇരുന്ന് കണ്ടാണ് നല്ല രസമായിരിക്കുകയാണത്. അപ്പോൾ ആ ഒരു സുഖം നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ നിർമ്മാതാക്കളോട് നമ്മൾ പറയേണ്ടത് എന്താ? നിർമ്മാതാക്കളോട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ OTTക്കാർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് ഔട്ടായതിനു ശേഷം OTTയിൽ അവർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് അവർക്കും ഒരു ചാകര കിട്ടുന്നത്. ആ ചാകര കിട്ടുമ്പോൾ അവരൊന്ന് വേണ്ടെന്ന് വെക്കണം. അവരും വിറ്റിരിക്കുന്ന ഒരു പക്ഷേ നല്ല എമൗണ്ടിനായിരിക്കാം. ആ എമൗണ്ട് എത്രയാണെന്ന് നിർമ്മാതാവ് നമ്മൾ പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയില്ല. അപ്പം അവർക്കും അവരുടെ മുതലും പലിശയും ലാഭവും തിരിച്ചു പിടിക്കണ്ടേ? അതുകൊണ്ട് തന്നെ അവർ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് അവർ ഈ തിയേറ്ററിലേക്ക് OTTയിൽ പ്രദർശിപ്പിക്കുന്നു. മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് പലരും ഒരു പക്ഷേ പോക്ക് നിലച്ചേക്കാം. ഇത് OTT ആകുമ്പോൾ വീട്ടിലിരുന്നും കാണാം. അവരും പറയുന്നത് സത്യമല്ലേ?